അമ്മ തന്നെ ഇത്രയും നാൾ അവളുടെ അഭിനയം വിശ്വസിച്ച് അവളെ സപ്പോർട്ട് ചെയ്യായിരുന്നില്ലേ? ഇപ്പോഴല്ലേ അമ്മയ്ക്ക് പോലും അവളുടെ തനി സ്വഭാവം മനസ്സിലായത്. അത് ശരിയാ. ആളുകൾ പലപ്പോഴും നമ്മൾ കാണുന്നത് പോലെ ആവില്ല. പുറമേ സ്നേഹം കാണിച്ച് ഉള്ളിൽ ചതിക്കാൻ തക്കം പാർത്തിരിക്കുന്നവരാണ് കൂടുതലും. അതെ അമ്മേ, സത്യസന്ധമായി പെരുമാറുന്നവരെ ആർക്കും താല്പര്യമില്ല. മീരയെ പോലെ അഭിനയിക്കുന്നവരോടാണ് എല്ലാവർക്കും പ്രിയം. മീരയെക്കുറിച്ചുള്ള എന്റെ പല ധാരണകളും തെറ്റായിപ്പോയി. ആദർശിന്റെ ജീവിതത്തിലേക്ക് മീര വന്നു കഴിഞ്ഞാൽ അവന് ഭാഗ്യവും ഉയർച്ചയും ഉണ്ടാകുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. എന്റെ മകന്റെ തകർച്ചയ്ക്കായിരുന്നു ഈ വിവാഹം. അമ്മ ഈ വിവാഹത്തിൽ നിന്ന് പലതവണ ഞാൻ പിന്തിരിപ്പിക്കാൻ നോക്കിയതാ, പക്ഷെ അമ്മ തയ്യാറായില്ല. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ മീരയ്ക്ക് വേണ്ടി അമ്മ എന്നെ പലപ്പോഴും കുറ്റപ്പെടുത്തി. നീ പറയുന്നതൊക്കെ ശരിയാ. മീരയെപ്പോലെ ഒരു പെൺകുട്ടി തെറ്റുകളൊന്നും ചെയ്യില്ല എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പാവം കളിച്ച് നടക്കുന്ന പെണ്ണുങ്ങളെ അമ്മയെ സൂക്ഷിക്കേണ്ടത്. ഇപ്പൊ ആന്റിക്ക് പറ്റിയിരിക്കുന്നതും ഇതേ അബദ്ധമാ. അമ്പലത്തിന്റെയും പൂജയുടെയും പേരും പറഞ്ഞ് അവൾ ആന്റിയെ സ്വാധീനിച്ചു വെച്ചിരിക്കുക. സത്യം പറഞ്ഞ മീര മിടിക്കുക. ആരെ എങ്ങനെ സ്വാധീനിക്കണമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. എന്തിനാ ആന്റിയെ പറയുന്നത്? ആദർശിന്റെ കാര്യം എടുത്താൽ മതിയല്ലോ. അവളെ മാത്രമേ കെട്ടൂന്ന് വാശി പിടിച്ച് നിൽക്കുന്ന രീതിയിൽ ആദർശിന്റെ മീര മാറ്റിയെടുത്തില്ലായിരുന്നോ? അവന്റെ ആ വാശിയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. അന്ന് ഈ വിവാഹം വേണ്ട എന്ന തീരുമാനം നമ്മൾ എടുത്തതായിരുന്നില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞു അമ്മേ. ഇനി അതിനെപ്പറ്റി ഓർത്തിട്ടോ സംഭവിച്ചതിനെ ഓർത്ത് ദുഃഖിച്ചിട്ടോ ഒരു കാര്യമില്ല. ഇപ്പൊ ഈ വീട്ടില് മീരയുടെ ശക്തി ആന്റിയാ. അമ്മ ആന്റിയെ എതിർക്കില്ലെന്നും ആന്റി പറയുന്നത് അനുസരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ അവള് ബുദ്ധിപൂർവം ആന്റിയെ സ്വാധീനിച്ച് വലയിലാക്കിയത്. പാവ ആന്റി അവളെ അന്ധമായി വിശ്വസിക്കുന്നുണ്ട്. മീരയ്ക്ക് വേണ്ടി ചേച്ചി ഇന്ന് എന്നോട് സംസാരിച്ചു. നിന്നെപ്പോലും കുറ്റപ്പെടുത്തി പറഞ്ഞു. അതൊന്നും ആന്റി സ്വയം പറയുന്നതല്ല അമ്മേ. എല്ലാം അവളുടെ കുരുട്ടു ബുദ്ധിയാ, അതെനിക്ക് ഉറപ്പാ. ചേച്ചി ഒരു തീരുമാനം പറഞ്ഞാ എനിക്കതിനെ എതിർക്കാൻ സാധിക്കില്ല. അത് മീരയുടെ കാര്യത്തിലായാൽ പോലും. അമ്മേ, അത് നമ്മളെക്കാൾ നന്നായി അവൾക്കറിയാം. അതുകൊണ്ടാ മീര ഈ അതിബുദ്ധി കാണിക്കുന്നത്. ആദർശിന്റെ പേരും പറഞ്ഞ് അവള് കാണിക്കുന്ന തന്നിഷ്ടങ്ങൾ ഞാനും അമ്മയെ എതിർക്കുമെന്ന് മീരയ്ക്ക് നന്നായി അറിയാം. ഏതായാലും ചേച്ചിയുടെ മുന്നിൽ വെച്ച് നീ മീരയോട് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അബി. ഞാൻ എത്ര ശ്രമിച്ചാലും മീരയുടെ കള്ളത്തരങ്ങൾ അധികം സഹിക്കാൻ എനിക്ക് പറ്റില്ലമ്മേ. തെറ്റാര് ചെയ്താലും ഞാൻ തെറ്റാണെന്ന് തന്നെ പറയും. എനിക്കറിയാം ആദർശിനെയല്ല, അവന്റെ പേരിൽ കിട്ടുന്ന സൗകര്യങ്ങളെയാണ് മീര സ്നേഹിക്കുന്നത്. എന്നിട്ടൊന്നും അറിയാത്ത ഭാവം കാണിക്കലും ഒക്കെ ശരിയാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവൾ ആദർശിന്റെ ഭാര്യയാ. അതുമാത്രമല്ല, ആദർശ് മീരയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം മീരയെ വേദനിപ്പിക്കുന്നുവെന്ന് ആദർശ് അറിഞ്ഞാ പിന്നെ അവന് നമ്മളോടാവും ദേഷ്യം. അത് പാടില്ല. ആവശ്യത്തിൽ കൂടുതൽ വിഷമം ഇപ്പോൾ ആദർശിനുണ്ട്. അതിന്റെ കൂടെ മറ്റൊരു വിഷമം കൂടി നമ്മൾ കാരണം ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായി അമ്മേ. ഏതായാലും ആദർശ് പുറത്തു വരുന്നത് വരെ മീരെ സഹിക്കുകയേ നിവൃത്തിയുള്ളൂ. ഹലോ ഹലോ സൂരജ്, ഞാൻ വിശാല. അത് കൊള്ളാം. അതെന്താ എനിക്കറിയാത്ത പോലെ പറയുന്നത്? അത് പിന്നെ നമ്മൾ തമ്മിൽ ഫോൺ വിളിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ നാട്ടിൽ വന്നു അല്ലേ? അതെ. മീര പറഞ്ഞിരുന്നോ? ആ പറഞ്ഞു. സൂരജ് ഫ്രീ ആണോ? നമുക്കൊന്ന് നേരിട്ട് കാണാമായിരുന്നു. ഞാൻ ഫ്രീ ആണ്, നമുക്ക് കാണാം. എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ ഇറങ്ങുമ്പോൾ വിളിക്കാം. അതുപോലെ? അത് മതി. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ശരി. ഓക്കെ, ശരി. ആരാടാ ഫോൺ വിളിച്ചേ? വിശാല. വിശാലോ? അവനെന്തിനാ നിന്നെ വിളിക്കുന്നേ? അതെന്താ അമ്മേ, വിശാലിനെ എന്നെ വിളിക്കാൻ പാടില്ലേ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? നീ എന്തിനാ ഞാൻ എന്തു പറഞ്ഞാലും എതിർത്ത് സംസാരിക്കുന്നത്? അതമ്മയ്ക്ക് തോന്നുക. വിശാല് വിളിച്ചത് മീരയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി നേരിൽ കാണണമെന്ന് പറയാനാ. മീരയുടെ കാര്യോ? അതെ. അന്നത്തെ സംഭവത്തിന് ശേഷം മീര എന്നെയും വിശാലിനെയും മാറ്റി നിർത്താൻ നോക്കിയിരുന്നു. എടാ, അവക്ക് നിങ്ങളുടെ സഹായം വേണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ സഹായിക്കാനായിട്ട് നടക്കുന്നേ? മീരയ്ക്ക് ഞങ്ങളുടെ സഹായം വേണ്ടാഞ്ഞിട്ടല്ലമ്മേ.
അവള് കാരണം ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. മീരയെ പോലെ ചിന്തിക്കാൻ അവൾക്ക് മാത്രമേ കഴിയൂ. വിശാലെ ഒന്ന് സഹായിക്കാൻ തയ്യാറായപ്പോഴും വേണ്ടാന്ന് സ്നേഹത്തോടെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അവൾ ചെയ്തത്. പക്ഷെ വിശാലും എന്നെപ്പോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഞങ്ങളോട് അവൾ കാണിക്കുന്ന ആ പരിഗണനയും സ്നേഹവും ഞങ്ങളും തിരിച്ചു കാണിക്കണ്ടേ? എന്തിന്? അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ആദ്യം സ്വന്തം കാര്യം നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ പോവാൻ. ഞാനേതായാലും എൻ്റെ തീരുമാനം അമ്മയോട് പറഞ്ഞല്ലോ. എന്നാൽ കഴിയുന്ന വിധം ഞാൻ മീരയെ സഹായിക്കും. അതിന് വിശാലിന്റെ സപ്പോർട്ട് ഉണ്ടാവുമെങ്കിൽ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്യും. സൂരജെ, നീ ഞാൻ പറയുന്നത് കേക്ക്. ഇത് പുതിയ പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള പണിയാ. ആ ധന്യയുടെ സ്വഭാവം നിനക്കും അറിയാവുന്നതല്ലേ? ഇനി വിശാൽ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടാ അവള് വെറുതെ വഴക്കുണ്ടാക്കും. എന്തിന്? ഞാനും വിശാലും ഒന്നും കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് തെറ്റാണെങ്കിൽ നിങ്ങൾ രക്ഷിതാക്കൾക്ക് ഉപദേശിക്കാം, അല്ലെങ്കിൽ കൂടെ നിൽക്കുക വേണ്ടത്. നിന്നെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മോനെ, നീ അമ്മയൊന്ന് മനസ്സിലാക്ക്. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിന്നെ ഓർത്ത് നിനക്ക് വേണ്ടിയാ ഈ അമ്മ ജീവിക്കുന്ന തന്നെ. അതിന് മീരയെ സഹായിക്കാൻ പോയതുകൊണ്ട് എന്നെ അമ്മയ്ക്ക് നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ലല്ലോ. ജീവിതത്തിൽ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമുക്ക് എങ്ങനെ ഈ ജീവിതം ഉണ്ടാക്കി തന്നത് ഹരിയച്ചനാ. ആ ഹരിയച്ചനോട് നന്ദി കാണിക്കാനുള്ള സമയം ഇത്. എന്റെ മോനെ, നീ അമ്മ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഹരിയേട്ടൻ മീരയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. മീരയ്ക്ക് വേണ്ടി നിങ്ങൾ പോയി അപകടത്തിൽ ചാടിയാലും ഹരിയേട്ടനൊന്നുമില്ല. നീ വേണം നിന്നെ സൂക്ഷിക്കാൻ. ഇനി വിശാലിന് മീരയെ സഹായിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അവൻ പോയി ചെയ്തോട്ടെ. നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അമ്മയ്ക്ക് എങ്ങനെയാ അമ്മ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്? വിശാല് മീരയ്ക്കൊപ്പം നിന്നിട്ട് ഞാൻ നിൽക്കണ്ടെന്നാണോ? ഞാനല്ലേ അമ്മ മീരയുടെ സഹോദരൻ. അവളെന്റെ പെങ്ങളല്ലേ. അവക്ക് വേണ്ടി ഞാനും ചെയ്യേണ്ട കടമകളില്ലേ? നീ എങ്ങനെയാടാ സൂരജ് ഇങ്ങനെ മാറിയത്? എന്നു മുതലാ നിനക്ക് മീര സഹോദരിയായത്? ശരിയാ, ഞാനിതുവരെ മീരയെ അങ്ങനെ കണ്ടിരുന്നില്ല. ലാഭങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഇതുവരെ അവളുടെ കൂടെ നടന്നത്. പക്ഷേ ഞാൻ അങ്ങനെ സ്വാർത്ഥനായതിന് പ്രധാന കാരണം അമ്മയാ. ഞാനോ? അതെ, എന്റെ തെറ്റുകൾ പറഞ്ഞ് തിരുത്തി എനിക്ക് ശരി പറഞ്ഞു തരേണ്ട അമ്മ അത് ചെയ്തില്ല. അമ്മ ആദ്യമേ മീര എനിക്ക് കൂടപ്പിറപ്പാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ അവളെ അങ്ങനെ മാത്രമേ കാണുമായിരുന്നുള്ളൂ. ഓ, അപ്പൊ അങ്ങനായോ? ഞാനാ കുറ്റക്കാരി. ഞാൻ എന്ത് ചെയ്താലും അതൊക്കെ നിനക്ക് വേണ്ടിയാ. നിന്റെ നന്മയെ കരുതിയേ ഞാൻ ഓരോന്നും പറഞ്ഞിട്ടുള്ളൂ. ഇനിയും അത് അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും എന്റെ അഭിപ്രായത്തിന് മാറ്റം ഒന്നുമില്ല. ഇത്രയും നാള് നിന്നെ മീരയ്ക്കൊപ്പം പറഞ്ഞു വിട്ടതേ മീരയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നിനക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാവാൻ വേണ്ടി മാത്രമാ. ഇനി അത് വേണ്ടെന്ന് തന്നെ എന്റെ അഭിപ്രായം. അമ്മയുടെ അഭിപ്രായത്തോട് യോജിക്കാൻ എനിക്ക് പറ്റില്ല. മീരയെ സഹായിക്കാൻ എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്യും. അതിനുവേണ്ടി വിശാലിനെ കൂടെ കൂട്ടണമെങ്കിൽ അതും ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഇനി ഒന്നിച്ചു നിൽക്കേണ്ടത് ഞങ്ങളാ. എനിക്കൊരാവശ്യം വന്നാൽ സഹായിക്കാനും അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാനും ഞാനും ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് പരസ്പരം അസൂയയും കുശുമ്പും മാറ്റിവെച്ച് വിശാലും വിദ്യയും മീരയൊക്കെ ആയി ഒന്നിച്ചു പോകാനാണ് എൻ്റെ തീരുമാനം. മീര, അല്ല, മീര എന്തിനാ എപ്പോഴും ഇങ്ങനെ ഇന്ദുവിന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അവരെ സ്വാധീനിക്കാൻ മീര ശ്രമിക്കുന്നെന്ന് അവരുടെ വക്കീൽ കോടതി പറഞ്ഞാല് അത് ആദർശനെതിരായ പോയിന്റായിട്ട് മാറുമെന്നറിയില്ലേ? രണ്ട് മക്കളും മരിച്ച മാതാപിതാക്കളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ രണ്ട് വാക്ക് സംസാരിക്കാനും ആദർശനെ പുറത്തിറക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് നോക്കാനും ഒക്കെയാ ഞാൻ ഇന്ദുവിന്റെ വീട്ടിൽ പോകുന്നത്. അത് തടയാൻ അങ്കിൾ എന്തിനാ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ അവിടെ കയറി ഇറങ്ങിയോണ്ടൊന്നും ഒരു തെളിവും കിട്ടാൻ പോകുന്നതല്ല. അവിടെ നിന്നല്ല, എവിടെ നിന്നും കിട്ടാനില്ല. ആദർശിനെ രക്ഷിക്കാനേ എനിക്ക് മാത്രമേ കഴിയൂ. അത് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതാ.
അങ്കിളിനെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അതിങ്ങനെ എന്നെ വഴി നിർത്തി പറയേണ്ട കാര്യമില്ല. ആദർശ് എന്നെ പോയി രക്ഷിക്കുക ചെയ്യേണ്ടത്. അമ്മാവനെന്ന നിലയിൽ അങ്കിൾ അത് ചെയ്യേണ്ടതാ. നീ എന്നെ കടമയും കർത്തവ്യവും ഒന്നും പഠിപ്പിക്കാൻ വരണ്ട. എന്നെ അമ്മാവനായിട്ട് ആദർശ് കണ്ടിരുന്നെങ്കിൽ കമ്പനിയിൽ നിന്ന് എന്നെ പറഞ്ഞുവിടില്ലായിരുന്നു. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ പിന്നെ അങ്കിൾ എന്തിനാ ആദർശ് എന്നെ രക്ഷിക്കാൻ സാധിക്കുമെന്നും പറഞ്ഞ് നടക്കുന്നേ? അങ്കിളിന്റെ മനസ്സിൽ ആവശ്യത്തിലേറെ വൈരാഗ്യമുണ്ട്. അത് മനസ്സിൽ വെച്ചോണ്ടാ അങ്കിള് സഹായിക്കാന്ന് പറയുന്നതും. അപ്പൊ തന്നെ അങ്കിളിന്റെ ഉദ്ദേശം എന്താന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നീ എന്തു മനസ്സിലാക്കിയാലും എനിക്കൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഞാനല്ലാതെ വേറൊരു ചോയ്സ് ഇല്ല. ഞാൻ പറയുന്ന അനുസരിച്ചാൽ ആദർശ് രക്ഷപ്പെടും. അങ്കിള് ദയവ് ചെയ്ത് ഇക്കാര്യം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരണ്ട. ആദർശ് എന്നെ രക്ഷിക്കാൻ ഞാൻ അങ്കിളിനോട് പറഞ്ഞല്ലോ. പക്ഷേ അതിന് അങ്കിൾ എന്ത് ഉപാധികൾ മുന്നോട്ട് വെച്ചാലും അതൊന്നും ആദർശേട്ട സമ്മതിക്കാൻ പോകുന്നില്ല. ആദർശിന് ഈഗോയാണ്. ഇത്തരം അവസരങ്ങളിൽ രക്ഷപ്പെടാൻ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കണം. അല്ലാതെ ഈഗോ മുറുകെ പിടിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അത് നീ പറഞ്ഞു തിരുത്തണം. മീര വിചാരിച്ചാൽ ആദർശിനെ അനുസരിപ്പിക്കാൻ പറ്റും. കമ്പനിയിൽ വെറും ഒരു ജോലിക്കാരിയായിട്ട് വന്നിട്ട് മുതലാളിയെ വളച്ചെടുത്തവളല്ലേ നീ. നിന്നെ കൊണ്ടത് സാധിക്കും. സോറി, ഇത്തരം സംസാരം കേട്ടു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അമ്മാവന്റെ സ്ഥാനം മറന്നാ അങ്കിള് വാക്കുകൾ ഉപയോഗിക്കുന്നത്. നിന്നെ പോലെ അവസരത്തിനൊത്ത് വാക്കുകൾ ഉപയോഗിക്കാനുള്ള മിടുക്കൊന്നും എനിക്കില്ല. കാര്യങ്ങൾ നേരെ ചൊവ്വേ മുഖത്ത് നോക്കി പറയുന്നതാണ് ശീലം. അതിനി മാറ്റാനൊന്നും പറ്റില്ല. അങ്കിള് മാറണമെന്നോ മാറ്റണമെന്നോ ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കാതെയും ശല്യം ചെയ്യാതെ ഇരുന്നാൽ മാത്രം മതി. ഞാൻ പോയിക്കോട്ടെ പ്ലീസ്. നീ പൊയ്ക്കോ, പക്ഷേ നീ എന്നെ തേടി വന്നേ പറ്റൂ. മീര ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ ഇന്ദുവിന്റെ വീട് വരെ ഒന്ന് പോയിരുന്നു. ഇന്ദുവിന്റെ വീട്ടിലോ? എന്തിന്? നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ കയറി ഇറങ്ങുന്നത്? ഇന്ദു കൊല്ലപ്പെട്ടത് ആ വീട്ടിൽ വെച്ചല്ലേ. അപ്പോ അവിടെ നിന്ന് യഥാർത്ഥ കൊലപാതകി ആരാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും തെളിവ് കിട്ടിയാലോ എന്ന് കരുതി ഞാൻ പോയതാ. അത് ശരിയാ. എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിക്കാതിരിക്കില്ല. അതൊക്കെ ശരിയാ. ആ പേരും പറഞ്ഞ് മീര ഇപ്പോൾ എത്ര തവണ ആ വീട്ടിൽ കയറി ഇറങ്ങി. ഇനി അതിന്റെ പേരിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നാ മതി. അങ്ങനെയൊന്നും ഇല്ലമ്മേ. ഇന്ദുവിന്റെ അച്ഛനും അമ്മയും നല്ല ആളുകളാ. അങ്ങനെ കാഴ്ചയിലെ പാവത്തൊന്നും കാര്യാക്കണ്ട. അങ്ങനെ കാഴ്ചയിലെ പാവത്വം നോക്കി ഓരോന്ന് ചെയ്ത് എനിക്ക് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ വഴി വെച്ച് മഹാദേവൻ അങ്കിളിനെ കണ്ടിരുന്നു. ആണോ? എന്നിട്ട് മഹി എന്തു പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആദർശനെ രക്ഷിക്കാൻ അങ്കിളിന് മാത്രമേ സാധിക്കൂ എന്ന പതിവ് വർത്താനം പറഞ്ഞിരുന്നു. പാവം മഹി. അവൻ എത്ര വട്ടം നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞെങ്കിലും നീ ആദർശമല്ലേ എതിര് നിൽക്കുന്നത്? മഹാദേവൻ അങ്കിളിന്റെ സഹായം നമുക്ക് വേണ്ടമ്മേ. അങ്കിൾ ആള് ശരിയല്ല. എന്ത് ശരിയല്ലെന്ന്? അത് നീയാണോ തീരുമാനിക്കുന്നത്? മീര ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും മാധവി. അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇവക്കെന്താ അത് തുറന്നു പറഞ്ഞ? പലതും ഞാൻ തുറന്നു പറയാത്തത് അമ്മയെക്കുറിച്ച് ഓർത്തിട്ട് മാത്രം. ഓ, എങ്കിൽ അങ്ങനെ ഒരു ഔദാര്യം എനിക്ക് വേണ്ട. നീ കാര്യം എന്താന്ന് പറഞ്ഞോ, ഞാനും അറിയട്ടെ. ഇത്രയും വർഷമായിട്ട് എനിക്കറിയാത്ത എന്തു കുറ്റമാണ് നീ മഹിയിൽ കണ്ടിരിക്കുന്നതെന്ന് ഞാനും അറിയണ്ടേ? അങ്കിളുടെ യഥാർത്ഥ സ്വഭാവം അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. നമ്മളെ സഹായിക്കാനല്ല അങ്കിൾ ശ്രമിക്കുന്നത്, ദ്രോഹിക്കാനാ. മീര, വന്നു എന്ത് തോന്നിയാസം വിളിച്ചു പറയാവുന്നൊരു വിചാരം നിനക്കുണ്ട്. എന്തിനാ മാധവി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്?
ഇവള് കാര്യം പറയട്ടെ. ഇവൾ ഇത്രയും ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും. എന്ത് കാര്യം? ഇവളുടെ മനസ്സിലിരിപ്പേ വേറെയാ. എല്ലാരെയും തമ്മിലടിപ്പിച്ച് അകറ്റി നിർത്താനാ ഇവള് ശ്രമിക്കുന്നത്. അങ്ങനെയല്ല അമ്മേ. അങ്കിൾ അമ്മയുടെ മുമ്പിൽ അഭിനയിക്കുകയാണ്. അത് ആദർശേട്ടന് വ്യക്തമായിട്ട് അറിയാം. ഓരോ നുണക്കഥകൾ പറഞ്ഞു കേൾപ്പിച്ച് ആദർശിനെ മഹിയിൽ നിന്ന് അകറ്റിയ നീയാണെന്ന് എനിക്കറിയാം. നീ ആ സ്ഥാപനത്തിലേക്ക് വരുന്നത് വരെ എത്ര സ്നേഹത്തോടെ കഴിഞ്ഞവരാണ് ഞങ്ങളെന്ന് നിനക്കറിയൂ? വന്ന് കയറിയ ഉടനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് എന്റെ മോനെ കൊണ്ട് മഹിയെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കിച്ചു. അതും പോരാഞ്ഞിട്ട് വീണ്ടും ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞിറങ്ങിയിരിക്കുകയാണല്ലേ? അങ്ങനെയൊന്നും അല്ലമ്മേ. ആദർശേന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് പോലും കാരണം അങ്കിളാണോന്നാ എന്റെ സംശയം. ഒരാവശ്യം പറയരുത്. മഹിയെ എനിക്കറിയാം. ഞാൻ വളർത്തിയതാ അവനെ. അഭി നിന്നെക്കുറിച്ച് പലതും പറഞ്ഞപ്പോഴും നിന്റെ മനസ്സിൽ ഇത്രയും കുശുമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. എന്താ മാധവി ഇത്? മീര പറയുന്നത് ആദ്യം കേൾക്ക്. മോള് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോന്ന് അറിഞ്ഞിട്ട് പോരെ അവളെ കുറ്റപ്പെടുത്തുന്നത്? എന്ത് കാര്യാ ചേച്ചി? ഒരു കാര്യവുമില്ല. എന്റെ അനുജനെ ഞാൻ മനസ്സിലാക്കാൻ ഇവളുടെ ഉപദേശ അഭിപ്രായമൊന്നും ആവശ്യമില്ല. അങ്കിളിനോടുള്ള സ്നേഹക്കൂടുതൽ കാരണം അമ്മയ്ക്കൊന്നും മനസ്സിലാവാത്ത. ഞാൻ വെറുതെ പറയുന്നതല്ല. എല്ലാത്തിനും എന്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്. എന്ത് തെളിവ്? ദേ മീരെ, എന്ത് തോന്നിയാസവും വിളിച്ചു പറയാന്നൊരു ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് വേണ്ട. അതിനുള്ള സ്ഥലവും ഇതല്ല. ഇപ്പോഴും എന്റെ മകനെ രക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്ന ആളാ മഹി. സത്യത്തിൽ നിന്റെ മനസ്സിലെന്താ? നീ ശരിക്കും ആദർശിനെ രക്ഷിക്കാനാണോ അതോ ജയിലിൽ കിടത്താൻ തന്നെയാണോ നോക്കുന്നേ? അനുജനോടുള്ള സ്നേഹക്കൂടുതൽ കാരണം അമ്മ പലതും തിരിച്ചറിയാത്തതാ. സത്യത്തിൽ ആ മനുഷ്യനൊരു ദുഷ്ടനാ. മതി, നിർത്ത. ഇനി നീ എന്റെ അനുജനെ കുറിച്ച് ഒരു വാക്ക് മിണ്ടരുത്. നിർത്തും മാധവി. ഇല്ല ചേച്ചി, ഇനി ഒരു നിമിഷം പോലും ഇവളീ വീട്ടിൽ നിൽക്കരുത്. എന്റെ ആദർശിന്റെ ജീവിതം നശിച്ചത് ഇവള് കാരണ. എന്നിട്ട് ഞാൻ എല്ലാം സഹിച്ചു. ഇപ്പൊ അവള് തലേക്കാരാൻ നോക്കുക. അത് വേണ്ട. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. മോളെ വിഷമിക്കണ്ട. മോൾക്ക് മാധവിയോട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ എന്നോട് പറ. ഞാൻ മാധവിയോട് സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താം. വരട്ടെ ആന്റി. സമയം വരുമ്പോ ഞാൻ എല്ലാ സത്യവും പറയാം. എന്താ അമ്മേ ഒരു ടെൻഷൻ പോലെ? വന്ന് വന്ന് മീര എന്നോട് എതിർത്ത് സംസാരിച്ചു തുടങ്ങി. ആ, അമ്മയ്ക്ക് കിട്ടിയോ? മഹാദേവന്റെ കാര്യം പറഞ്ഞ് ഞാനും മീരെ സംസാരമായി. അവളും മഹാദേവനെ കുറിച്ച് മോശമായി സംസാരിച്ചപ്പോ എനിക്ക് കേട്ടു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ അവളെ ശകാരിച്ചു. അത് നന്നായി. ഇപ്പൊ എങ്കിലും അവളുടെ തനി നിറ അമ്മയ്ക്ക് ബോധ്യമായല്ലോ. ഭാഗ്യം. എന്റെ അമ്മേ, പുറമെ കാണുന്ന പാവമൊന്നല്ല അവള് ശരിക്കും നല്ല അഹങ്കാരിയാ. നീ മീരയെക്കുറിച്ച് പലതും പറയുമ്പോഴും എന്റെ ഉള്ളിൽ അവളൊരു പാവമാണെന്ന ചിന്തയായിരുന്നു. പക്ഷെ ഇന്നെനിക്കത് ബോധ്യായി. നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. മീരയാണ് മഹാദേവനെ കുറിച്ച് ആദർശിനോട് ഓരോ നുണക്കഥകൾ പറഞ്ഞുകൊടുത്ത് ആദർശിനെയും മഹിയും തമ്മിൽ അകറ്റിയത്. അതിലെന്താ അമ്മേ സംശയം? മഹി അങ്ങളിനെ അകറ്റിയതുപോലെ അവള് നമ്മളെയും ആദർശിൽ നിന്ന് അകറ്റും. അതെനിക്ക് ഉറപ്പാ. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതെ, അതാ എന്റെ ആഗ്രഹം. ആദർശം അവള് മാത്രമുള്ള ജീവിതമാണ് അവളുടെ മനസ്സില്. ഭർത്താവിന്റെ സ്നേഹം മറ്റാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ അവൾക്ക് തീരെ താല്പര്യമില്ല. ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. എന്റെ മരണം വരെ എന്റെ മക്കൾ എന്നോടൊപ്പം ഉണ്ടാവണം. എന്നിൽ നിന്ന് നിന്നെ ആദർശിനെ അകറ്റാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അതിനൊരു വഴിയേ ഉള്ളൂ അമ്മേ. മീര ഇവിടുന്ന് പറഞ്ഞു വിടണം. പറഞ്ഞു വിടാനോ? അതെ, ഏതായാലും ആദർശ് ഇവിടെ ഇല്ലല്ലോ. പിന്നെന്തിനാ താല്പര്യമില്ലാത്തവളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്? പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ മീരയോട് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ അതങ്ങനെ ആലോചിച്ച് തീരുമാനിച്ചു പറഞ്ഞതല്ല. അമ്മ പറഞ്ഞത് നന്നായി. ഇതാ പറ്റിയ സമയം.
ഇപ്പോ ആണെങ്കിൽ ആദർശ് ഇവിടെ ഇല്ല. അതുകൊണ്ട് ആദർശ് തിരിച്ചു വരുന്നതിന് മുമ്പ് അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. നീ എന്താ അഭി പറയുന്നത്? നമ്മൾ അങ്ങനെ ചെയ്താൽ ആദർശം സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അത് അമ്മ വിചാരിച്ചാൽ നടക്കും. അതൊന്നും വേണ്ട അഭി. ആദർശിന്റെ മീരയുടെ ജീവിതം നശിപ്പിക്കണമെന്നോ അവരെ തമ്മിൽ പിരിക്കണമെന്നോ എനിക്കില്ല. അത് എനിക്കറിയാം അമ്മേ. പക്ഷെ നമ്മളത് ചെയ്തില്ലെങ്കിൽ അവള് നമ്മുടെ കുടുംബം രണ്ടാക്കും. പാവ അഭിനയിച്ച് ഇവിടെ വന്നതും മരുമകളായതും ഇപ്പൊ തനി സ്വഭാവം പുറത്തെടുത്തതും എല്ലാം അവളുടെ ബുദ്ധിയാ. ആദ്യ കാഴ്ചയിൽ തന്നെ അവൾ എന്താണെന്ന് എനിക്ക് ബോധ്യമായതാ. അന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മയ്ക്ക് മനസ്സിലായില്ല. അതിന് ഞാൻ അമ്മയെ കുറ്റമൊന്നും പറയുന്നില്ല. അത് മീരയുടെ മിടുക്ക. ആരെയും വരുതിയിലാക്കാൻ അവൾക്ക് എളുപ്പം സാധിക്കും.